ഹലോ ഫ്രണ്ട്സ്, PSC സിവിൽ സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ SSC JEക്ക് ചോദിച്ചിട്ടുള്ള സർവേയിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് പ്ലെയിൻ ട്രയാങ്കിൾ ആൻഡ് സ്പെറിക്കൽ ട്രയാങ്കിൾ ഫോർ ഏരിയ ഓഫ് ട്രയാങ്കിൾ 195 സ്ക്വയർ കിലോമീറ്റർ ഓൺ ദ എർത്ത് സർഫസ്? എർത്ത് സർഫസിൽ 195 കിലോമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു പ്ലെയിൻ ട്രയാങ്കിളിൻ്റെയും സ്പെറിക്കൽ ട്രയാങ്കിളിൻ്റെയും ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിൾസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സർവേയിങ്ങിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: പ്ലെയിൻ സർവേയിങ് ആൻഡ് ജിയോഡറ്റിക് സർവേയിങ്. ഏരിയ ലെസ് ദാൻ 260 കിലോമീറ്റർ സ്ക്വയർ ആണെങ്കിലാണ് പ്ലെയിൻ സർവേ യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ സർവേയിൽ എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല. സോ എല്ലാ സർവേ ലൈൻസും സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. അത് ജോയിൻ ചെയ്ത് കിട്ടുന്ന ട്രയാങ്കിൾസ് പ്ലെയിൻ ട്രയാങ്കിൾസ് ആയിരിക്കും. ഏരിയ മോർ ദാൻ 260 കിലോമീറ്റർ സ്ക്വയർ ആകുമ്പോഴാണ് ജിയോഡറ്റിക് സർവേയിങ് യൂസ് ചെയ്യുന്നത്. അത് ഹൈ പ്രിസിഷൻ വർക്ക്സിനാണ് നോർമലി യൂസ് ചെയ്യാറ്. എർത്തിൻ്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ജിയോഡറ്റിക് സർവേയിലെ എല്ലാ സർവേ ലൈൻസും കർവ്ഡ് ലൈൻസ് ആണ്. അതുപോലെ അത് ജോയിൻ ചെയ്ത് കിട്ടുന്ന ട്രയാങ്കിൾസ് സ്പെറിക്കൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഏരിയ 195 കിലോമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്പെറിക്കൽ ട്രയാങ്കിളിൻ്റെയും പ്ലെയിൻ ട്രയാങ്കിളിൻ്റെയും ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ ഡിഫറൻസ് 1 സെക്കൻഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി, 1 സെക്കൻഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് സ്കെയിൽ? ലാർജസ്റ്റ് സ്കെയിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കെയിൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ഓൺ ഡ്രോയിങ് ടു കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഓൺ ഗ്രൗണ്ട്. ഡ്രോയിങ്ങിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രൗണ്ടിലുള്ള ഡിസ്റ്റൻസ്, അതാണ് സ്കെയിൽ. ഇവിടെ സ്കെയിൽ തന്നിരിക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനാണ്. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആകുമ്പോൾ ഗ്രൗണ്ടിലുള്ള ഡിസ്റ്റൻസും ഡ്രോയിങ്ങിലുള്ള ഡിസ്റ്റൻസും രണ്ടും സെയിം യൂണിറ്റിലായിരിക്കും. അതായത് സ്കെയിൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് യൂണിറ്റ്. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൂടുന്നതനുസരിച്ച് സ്കെയിൽ സ്മോൾ സ്കെയിൽ ആവും. ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ 1:500, അതായത് 1 സെൻറ്റിമീറ്റർ ഓൺ ഡ്രോയിങ് ഈസ് ഈക്വൽ ടു 500 സെൻറ്റിമീറ്റർ ഓൺ ഗ്രൗണ്ട്. ഓപ്ഷൻ ബി 1:1000, 1 സെൻറ്റിമീറ്റർ ഓൺ ഡ്രോയിങ് ഈസ് ഈക്വൽ ടു 1000 സെൻറ്റിമീറ്റർ ഓൺ ഗ്രൗണ്ട്. അതുപോലെ ബാക്കിയുള്ള ഓപ്ഷൻസും. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഡിനോമിനേറ്റർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ലാർജസ്റ്റ് സ്കെയിൽ? ഫസ്റ്റ് വൺ ആയിരിക്കും അല്ലേ, 1:500. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ടേപ്സ് ബേസ്ഡ് ഓൺ ദ ആക്യുറസി? ഇൻവേർട്ട് ടേപ്പ്, ലിനൻ ടേപ്പ്, മെറ്റാലിക് ടേപ്പ്, സ്റ്റീൽ ടേപ്പ്. ഇത് നാലുമാണ് നമുക്ക് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഹൈ ആക്യുറസി ഉള്ളത് ഇൻവേർട്ട് ടേപ്പിനാണ്. ഇൻവേർട്ട് ടേപ്പ് ഈസ് മെയ്ഡ് ഓഫ് ആൻ അലോയ് ഓഫ് സ്റ്റീൽ ആൻഡ് നിക്കൽ. 64% സ്റ്റീലും 36% നിക്കലുമാണ് ഉള്ളത്. ബേസ് ലൈൻ മെഷർമെൻറ്റ് പോലെയുള്ള ഹൈ ആക്യുറസി വേണ്ട വർക്ക്സിനാണ് ഇൻവേർട്ട് ടേപ്പ് യൂസ് ചെയ്യുന്നത്. ഇൻവേർട്ട് ടേപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് ലോവർ ആക്യുറസി വരുന്നത് സ്റ്റീൽ ടേപ്പിനാണ്. അത് കഴിഞ്ഞിട്ട് മെറ്റാലിക് ടേപ്പ്. ഏറ്റവും ലെസ് ആക്യുറസി വേണ്ട വർക്ക്സിന് യൂസ് ചെയ്യുന്നത് ലിനൻ ടേപ്പാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇൻവേർട്ട് ടേപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റീൽ ടേപ്പ്, ഗ്രേറ്റർ ദാൻ മെറ്റാലിക് ടേപ്പ്, ഗ്രേറ്റർ ദാൻ ലിനൻ ടേപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is correct for estimating the corrected area from a map of shrunk factor f? Shrunk scale is equal to shrinkage factor into original scale. ഇപ്പോൾ ഒരു ഡ്രോയിങ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് വേരി ചെയ്യുന്ന കാരണം ഒന്നുകിൽ ഷ്രിങ്ക് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ ഷ്രിങ്ക് ചെയ്യുകയോ എക്സ്പാൻഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ സ്കെയിൽ ചേഞ്ച് ആവും. ഈ ചേഞ്ച് ചെയ്ത സ്കെയിലിനെയാണ് ഷ്രങ്ക് സ്കെയിൽ എന്ന് പറയുന്നത്. ഷ്രങ്ക് സ്കെയിൽ ഈസ് ഈക്വൽ ടു ഷ്രിങ്കേജ് ഫാക്ടർ ഇൻറ്റു ഒറിജിനൽ സ്കെയിൽ. ഇനി എന്താണ് ഷ്രിങ്കേജ് ഫാക്ടർ? ഷ്രിങ്കേജ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഷ്രങ്ക് ലെന്ത് ബൈ ഒറിജിനൽ ലെന്ത്. അതായത് ഡ്രോയിങ് ഷ്രിങ്ക് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ഡ്രോയിങ്ങിലെ ലെന്താണ് ഒറിജിനൽ ലെന്ത്. ഷ്രിങ്കേജ് ഫാക്ടറിനെ ഷ്രിങ്കേജ് കോഎഫിഷ്യൻ്റ് എന്നും പറയാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കറക്റ്റഡ് ഏരിയയും ഷ്രിങ്കേജ് ഫാക്ടറും തമ്മിലുള്ള റിലേഷനാണ്. കറക്റ്റഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒറിജിനൽ ലെന്ത് ഈസ് ഈക്വൽ ടു മെഷേർഡ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഷ്രിങ്കേജ് ഫാക്ടർ. അതുപോലെ കറക്റ്റഡ് ഏരിയ ഈസ് ഈക്വൽ ടു മെഷേർഡ് ഏരിയ ഡിവൈഡ് ബൈ സ്ക്വയർ ഓഫ് ഷ്രിങ്കേജ് ഫാക്ടർ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അപ്പോൾ ഏതാ വരുന്നത്? കറക്റ്റഡ് ഏരിയ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഷ്രിങ്കേജ് ഫാക്ടർ. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 5, വിച്ച് വൺ ഈസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് സർവേ ഏരിയ ഇൻ സ്ക്വയർ കിലോമീറ്റർ ഫോർ യൂസ് ഓഫ് പ്ലെയിൻ സർവേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഏരിയ ലെസ് ദാൻ 260 കിലോമീറ്റർ സ്ക്വയർ ആകുമ്പോൾ പ്ലെയിൻ സർവേയും മോർ ദാൻ 260 കിലോമീറ്റർ സ്ക്വയർ ആകുമ്പോൾ ജിയോഡറ്റിക് സർവേ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് സർവേ ആണ് യൂസ് ചെയ്യാറ്.
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 260 കിലോമീറ്റേഴ്സിന് അടുത്ത് വരുന്ന വാല്യൂ 250 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ സ്മോളസ്റ്റ് സ്കെയിൽ? ഇവിടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനാണ്. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വരുന്നതാണ് സ്മോളസ്റ്റ് സ്കെയിൽ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1:2500. Next question, a line of true length 398 meter when measured by a chain of 20 meter chain is recorded to be 400 meter. What is the actual length of the chain in meter? 398 meter ലെന്ത് ഉള്ള ഒരു ലൈൻ ഒരു 20 മീറ്റർ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ചെയിൻ കൊണ്ട് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെന്ത് കിട്ടുന്നത് 400 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ചെയിനിൻ്റെ ആക്ച്വൽ ലെന്ത് എത്രയെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഫോർമുല ട്രൂ ലെന്ത് ഈസ് ഈക്വൽ ടു മെഷേർഡ് ലെന്ത് ഇൻറ്റു കറക്റ്റ് ലെന്ത് ഓഫ് ചെയിൻ ഡിവൈഡ് ബൈ ഡെസിഗ്നേറ്റഡ് ലെന്ത് ഓഫ് ചെയിൻ. ട്രൂ ലെന്ത് എൽ ഈസ് ഈക്വൽ ടു മെഷേർഡ് ലെന്ത് എൽ ഡാഷ് ഇൻറ്റു കറക്റ്റ് ലെന്ത് ഓഫ് ചെയിൻ സ്മോൾ എൽ ഡിവൈഡ് ബൈ ഡെസിഗ്നേറ്റഡ് ലെന്ത് ഓഫ് ചെയിൻ സ്മോൾ എൽ ഡാഷ്. ഇവിടെ ട്രൂ ലെന്തിൻ്റെ വാല്യൂ 398 ആണ്. 398 ഈക്വൽ ടു 400 ഇൻറ്റു സ്മോൾ എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റഡ് ലെന്ത് സ്മോൾ എൽ ഡിവൈഡ് ബൈ ഡെസിഗ്നേറ്റഡ് ലെന്ത് ഈസ് 20 മീറ്റർ. ഇത് ചെയ്യുമ്പോൾ സ്മോൾ എല്ലിൻ്റെ വാല്യൂ 19.9 ആവും. ആൻസർ ഓപ്ഷൻ എ, 19.9 മീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 8, calculate the correction for temperature for a tape of length capital L if the increase in temperature is capital T above the standard temperature. The coefficient of temperature for tape material is A. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ആണ്. കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു കോഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ എ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ടി ഇൻറ്റു എൽ. ടെമ്പറേച്ചർ എബോവ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ കറക്ഷൻ പോസിറ്റീവും ടെമ്പറേച്ചർ ബിലോ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ കറക്ഷൻ നെഗറ്റീവും ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി, പ്ലസ് എ ഇൻറ്റു ടി ഇൻറ്റു എൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കെയിൽ ഓഫ് ദ മാപ്പ് ഈസ് നോട്ട് അഫക്റ്റഡ് ഡ്യൂ ടു ഷ്രിങ്കിങ് ഓഫ് മാപ്പ്? ഷ്രിങ്കിങ് എഫക്റ്റ് ചെയ്യാത്തത് ഗ്രാഫിക്കൽ സ്കെയിലാണ്. സോ ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 10, a surveyor measures a distance between 2 points on a map of representative fraction of 1:100 is 60 meter, but later he found that he used a wrong representative fraction of 1:50. What is the correct distance between the 2 points? Correct distance is equal to representative fraction of wrong scale by representative fraction of correct scale into measured length. റോങ് സ്കെയിൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ 1:50 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ കറക്റ്റ് സ്കെയിൽ 1:100. മെഷേർഡ് ഡിസ്റ്റൻസ് 60 മീറ്റർ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 120 മീറ്റർ ആണ് ആൻസർ. ആൻസർ ഓപ്ഷൻ ഡി. ഇനി ക്വസ്റ്റ്യനിൽ കറക്റ്റഡ് ഏരിയ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നതെങ്കിൽ ഈ ഫോർമുല എങ്ങനെയാവും? കറക്റ്റഡ് ഏരിയ ഈസ് ഈക്വൽ ടു റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് റോങ് സ്കെയിൽ ബൈ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് കറക്റ്റ് സ്കെയിൽ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു മെഷേർഡ് ഏരിയ. Which one is the correct option for cumulative errors? It decreases with an increase in measurement. It is directly proportional to the length of line. It may be positive or negative. It is inversely proportional to the length of line. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാമെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.